അസ്സലാമു അലൈക്കും. പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? നമ്മുടെ പാദവാർഷിക പരീക്ഷകളൊക്കെ ആരംഭിക്കാനിരിക്കുകയാണ് അല്ലേ? ഇൻഷാ അല്ലാഹ് ബുധനാഴ്ചയോടുകൂടി നമ്മുടെ പരീക്ഷകൾ ആരംഭിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4ാം ക്ലാസ്സുകാരുടെ ആദ്യത്തെ പരീക്ഷയായ ലിസാനുൽ ഖുർആനിൻ്റെ ഒരു റിവിഷനാണ്. നമുക്ക് ലിസാനുൽ ഖുർആനിൽ 3 ചാപ്റ്ററാണ് എക്സാമിനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ 3 ചാപ്റ്റേഴ്സിൻ്റെയും ഒരു സിമ്പിളായിട്ടുള്ള ഒരു റിവിഷനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായി വരുന്നത് യാ ഇലാഹി എന്ന് പറയുന്ന ദുആ ആണ്. ഇതിൽ നമുക്ക് പൊതുവേ ചോദിക്കാറുള്ളത് പൂരിപ്പിക്കാനും അതുപോലെ തന്നെ ചില വരികളുടെ അർത്ഥങ്ങളുമായിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുക. നമുക്ക് നോക്കാം. യാ ഇലാഹി, യാ ഇലാഹി, യാ ഇലാഹി, യാ മുജീബൻ ലിദ്ദുആഇ. യാ ഇലാഹി എന്ന് പറഞ്ഞാൽ എൻ്റെ നാഥ എന്നാണ്. അപ്പോൾ യാ ഇലാഹി, യാ ഇലാഹി, എൻ്റെ നാഥ, എൻ്റെ നാഥ. യാ മുജീബൻ ലിദ്ദുആഇ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനെ. യാ ഇലാഹി, യാ ഇലാഹി, യാ സമീഅൻ ലിന്നിദാഇ, എൻ്റെ നാഥ, എൻ്റെ നാഥ. യാ സമീഅൻ ലിന്നിദാഇ, വിളികൾ കേൾക്കുന്നവനെ. റബ്ബി ഹയ്യ് കുല്ല ഹീനിൻ ലീ നജാഹൻ വസഅദ. റബ്ബി ഹയ്യ് കുല്ല ഹീനിൻ, എല്ലാ സമയത്തും നൽകണമേ. ലീ നജാഹൻ വസഅദ, നജാഹൻ എന്ന് പറഞ്ഞാൽ വിജയം, സഅദ എന്ന് പറഞ്ഞാലോ സഹായം, അള്ളാഹുവിൻ്റെ സഹായം എന്നാണ് അർത്ഥം. അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം വരുന്നത്? എനിക്ക് വിജയവും സഹായവും എല്ലാ സമയത്തും നീ നൽകണമേ എന്നാണ്. ഓക്കെ, ഇനി അടുത്തത് നജ്ജിനി മിൻ കുല്ലി ശർരിൻ വഅദാബൻ വശഖാവ. നജ്ജിനി മിൻ കുല്ലി ശർരിൻ, നജ്ജിനി, നീ രക്ഷിക്കണമേ. മിൻ കുല്ലി ശർരിൻ, എല്ലാ തിന്മകളിൽ നിന്നും എന്നെ നീ രക്ഷിക്കണമേ. എല്ലാ തിന്മയിൽ നിന്നും എന്നെ നീ രക്ഷിക്കണമേ. വഅദാബൻ വശഖാവ, അദാബൻ എന്ന് പറഞ്ഞാൽ ശിക്ഷ, ഷഖാവ എന്ന് പറഞ്ഞാലോ പരാജയം. ഓക്കെ, അപ്പോൾ ശിക്ഷയിൽ നിന്നും പരാജയത്തിൽ നിന്നും എല്ലാ തിന്മയിൽ നിന്നും എന്നെ നീ രക്ഷിക്കണമേ. അടുത്ത വരിയോ വഫിഖനി കുല്ല വഖത്തിൻ ലിസ്വലാത്തി വൽ ഇബാദ. വഫിഖനി, എനിക്ക് നീ തൗഫീഖ് നൽകണമേ. കുല്ല വഖത്തിൻ, എല്ലാ സമയത്തും എനിക്ക് നീ തൗഫീഖ് നൽകണമേ. ലിസ്വലാത്തി വൽ ഇബാദ, ലിസ്വലാത്തി നിസ്കാരത്തിനും, വൽ ഇബാദ ആരാധനക്കും, നിസ്കാരത്തിനും ആരാധനക്കും എനിക്ക് നീ തൗഫീഖ് നൽകണമേ. വഅഫിറൻ ലി കുല്ല ദൻബിൻ വൻസുറന്നി ഫിൽ ഖിയാമ. വഅഫിറൻ ലി, എനിക്ക് നീ പുറത്തു തരണമേ. കുല്ല ദൻബിൻ, ദൻബിൻ എന്ന് പറഞ്ഞാൽ ദോഷങ്ങൾ, എല്ലാ ദോഷങ്ങളും എനിക്ക് നീ പുറത്തു നൽകണമേ. വൻസുറന്നി, എന്നെ നീ സഹായിക്കണമേ. ഫിൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ. അപ്പോൾ മനസ്സിലായോ? സിമ്പിളായിട്ടുള്ള അർത്ഥങ്ങളുള്ളൊരു ദുആ ആണിത്. ഇതിൽ അർത്ഥങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്, പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതാണ്. ദൻബ്, ഇബാദത്ത്, അദാബ്, ഷഖാവത്ത്, നജാഹ്, സഅദത്ത്, ഈ അർത്ഥങ്ങൾ. ഓക്കെ, ഇനി രണ്ടാമത്തെ പാഠം നോക്കിയാലോ. ഈ പാഠത്തിൽ ഒരുപാട് പുതിയ പദങ്ങളും അതുപോലെ തന്നെ പുതിയ പുതിയ അർത്ഥങ്ങളും പഠിക്കുന്നുണ്ട്. ഇത് വളരെയധികം ശ്രദ്ധിച്ച് പഠിക്കേണ്ട പാഠമാണ്. ഓക്കെ, നമുക്ക് നോക്കാം. അദ്റസുസാനി ദാരിസുൻ മുജിദ്ദുൻ, ദാരിസുൻ മുജിദ്ദുൻ. ഓക്കെ, അൻവർ മുദരിസുൻ, അൻവർ അധ്യാപകനാണ്. ഹുവ മുദരിസുൻ ഫിൽ മദ്രസത്തി സാനവിയ, മദ്രസത്തി സാനവിയ എന്ന് പറഞ്ഞാൽ സെക്കൻഡറി മദ്രസ, സെക്കൻഡറി മദ്രസ, അതായത് 10ാം തരം വരെയുള്ള 10ാം ക്ലാസ് വരെയുള്ള മദ്രസ. ഓക്കെ, അപ്പോൾ അൻവർ ഹുവ മുദരിസുൻ ഫിൽ മദ്രസത്തി സാനവിയ, അവൻ സെക്കൻഡറി മദ്രസയിലെ അധ്യാപകനാണ്. ഫി സൊഫിഹി 20 ത്വാലിബൻ, അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ എത്ര വിദ്യാർത്ഥികളുണ്ട്? 20 വിദ്യാർത്ഥികളുണ്ട്. ഹും, അവർ ജാലിസൂന അലൽ മക്കായിദ്, അവർ ബെഞ്ചുകളിൽ ഇരിക്കുന്നവരാണ്. മക്കായിദ് എന്ന് പറഞ്ഞാൽ ബെഞ്ചുകൾ, ബെഞ്ചസ്.
അടുത്തത് എന്താണ്? വഹും കാത്തിബൂന ദുറൂസഹും. വഹും കാത്തിബൂന, അവർ പാഠങ്ങൾ എഴുതുന്നവരാണ്. അവർ അവരുടെ പാഠങ്ങൾ എഴുതുന്നവരാണ്. നിങ്ങൾ എഴുതാറില്ലേ? അതുപോലെ തന്നെ. അടുത്തത് നോക്കൂ. അംജദ് വാഹിദും മിൻഹും. അംജദ് അവരിൽ ഒരാളാണ്. അൻവർ ഉസ്താദിൻ്റെ ക്ലാസ്സിലെ 20 കുട്ടികളിൽ ഒരാളാണ് അംജദ്. ഹുവ ദാരിസുൻ മുജിദ്ദുൻ. അവൻ അധ്വാനശീലനായ വിദ്യാർത്ഥിയാണ്. മുജിദ്ദുൻ എന്ന് പറഞ്ഞാൽ പരിശ്രമി, അധ്വാനിക്കുന്നവൻ എന്നൊക്കെയാണ് അർത്ഥം. അവൻ പരിശ്രമിയായ വിദ്യാർത്ഥിയാണ്. അവൻ അധ്വാനശീലനായ വിദ്യാർത്ഥിയാണ്. യദുറുസു ദുറൂസഹു ജയ്യിദൻ. അവൻ അവൻ്റെ പാഠങ്ങൾ നന്നായി പഠിക്കും. നിങ്ങളും പഠിക്കാറില്ലേ? നിങ്ങളെപ്പോലെ തന്നെ നല്ല അധ്വാനശീലനായ ഒരു വിദ്യാർത്ഥിയാണ് ആര്? അംജദ്. ഇനി അടുത്തത് നോക്കൂ. ഹുനാക്ക. ഹുനാക്ക എന്ന് പറഞ്ഞാൽ അവിടെ. അവിടെ അതായത് അൻവർ ഉസ്താദിൻ്റെ ക്ലാസ്സിൽ അശ്റു തോലിബാത്തിൻ, 10 വിദ്യാർത്ഥിനികളുണ്ട്, 10 പെൺകുട്ടികളുണ്ട്. വഹുന്ന ജാലിസാത്തുൻ ഫി ജാനിബി സൊഫി. വഹുന്ന, ഹുന്ന എന്ന് പറഞ്ഞാൽ അവർ, ജാലിസാത്തുൻ അവർ ഇരിക്കുന്നവരാണ്, ഫി ജാനിബി സൊഫി ക്ലാസ്സിൻ്റെ ഒരു ഭാഗത്ത്. അങ്ങനെയല്ലേ നമ്മുടെ ക്ലാസ്സുകളിലും, ഒരു ഭാഗത്ത് ആൺകുട്ടികളും മറുഭാഗത്ത് പെൺകുട്ടികളും. ഓക്കെ. വഹുന്ന കാത്തിബാത്തുൻ ദുറൂസഹുന്ന, അവർ അവരുടെ പാഠങ്ങൾ എഴുതുകയാണ്. ഫായിസത്തുൻ വാഹിദത്തുൻ മിൻഹുന്ന. ഫായിസ ആ 10 പെൺകുട്ടികളിൽ ഒരാളാണ്. മിൻഹുന്ന എന്ന് പറഞ്ഞാൽ അവരിൽ. ഹിയ തദുറുസു ദുറൂസഹ ജയ്യിദൻ. അവൾ അവളുടെ പാഠങ്ങൾ നന്നായി പഠിക്കും. ജയ്യിദൻ എന്ന് പറഞ്ഞാൽ നന്നായി എന്നാണ് അർത്ഥം. നന്നായി പഠിക്കും എന്നുള്ളതിനാണ് ജയ്യിദൻ എന്ന് പറയുന്നത്. ഓക്കെ. അംജദ് വ അൻവർ ഹുമാ ഹബീബാനി. അംജദും അൻവറും ഹുമാ ഹബീബാനി. ഹുമാ എന്ന് പറഞ്ഞാൽ അവർ 2 പേർ. അംജദ്, അൻവർ അവർ 2 പേരും ഹബീബാനി സുഹൃത്തുക്കളാണ്, സ്നേഹിതന്മാരാണ്, ഫ്രണ്ട്സാണ്. ക്ലിയർ ആയല്ലോ? സിമ്പിളായിട്ടുള്ള അർത്ഥങ്ങളാണ്. ഇനി നോക്കാം. നിങ്ങൾ കണ്ടോ ഇവിടെ ഒരു പദസൂര്യൻ തന്നിട്ടുള്ളത്? ആദ്യത്തെ പദസൂര്യനിൽ സെൻറ്ററിൽ നമുക്ക് എന്താണ്? ഹു എന്നാണ് തന്നിട്ടുള്ളത്. ഹു എന്ന് വെച്ചാൽ അവൻ്റെ എന്നാണ് അർത്ഥം വരുന്നത്. അവൻ്റെ അതായത് ഒരു ആൺകുട്ടിയുടെ, ഒരു പുരുഷൻ്റെ, ഒരു ആൺകുട്ടിയെ പിടിച്ചിട്ട് നമ്മൾ അവൻ്റെ എന്നാണ് പറയുന്നത്. ഹ എന്ന് വെച്ചാലോ അവളുടെ, അവൻ്റെ, ഹു അവളുടെ എന്നാണ് അർത്ഥം വരുന്നത്. ഇനി ഇവിടെ തന്നിട്ടുള്ള എക്സാമ്പിൾസ് നോക്കൂ. കലമുഹു അവൻ്റെ പേന. ബൈത്തുഹു അവൻ്റെ വീട്. മദ്രസത്തുഹു അവൻ്റെ മദ്രസ. കിതാബുഹു അവൻ്റെ പുസ്തകം. റിജുലുഹു അവൻ്റെ കാല്. ലിസാനുഹു അവൻ്റെ നാവ്. കണ്ടല്ലോ? ഇനി ഹ എന്നാണെങ്കിലോ സ്വദീഖത്തുഹ അവളുടെ കൂട്ടുകാരി. ഉസ്താദുഹ അവളുടെ ഉസ്താദ്. ഉമ്മുഹ അവളുടെ ഉമ്മ. ഹഖീബത്തുഹ അവളുടെ ബാഗ്. യദുഹ അവളുടെ കൈ. റഅസുഹ അവളുടെ തല. കണ്ടോ? അപ്പോൾ ഒരു പദത്തിന് ശേഷം ഹു വന്നാൽ അവൻ്റെ എന്നും ഹ വന്നാൽ അവളുടെ എന്നുമാണ് അർത്ഥം. ക്ലിയർ ആയല്ലോ? ഇനി ഇവിടെ നോക്കൂ. നമ്മൾ അവിടെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ 2 കോളങ്ങളിലായി കൊടുത്തിട്ടുള്ളത്. ഇത് രണ്ടും നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഓക്കെ. ഇനി താഴെ നമുക്കൊരു ആക്ടിവിറ്റി തന്നിട്ടുണ്ട്. നഖ്റഉ നമുക്ക് വായിക്കാം. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. നിങ്ങൾ ശ്രദ്ധിക്കൂ. ഫായിസുൻ ദാരിസുൻ. ഫായിസ് ഒരു വിദ്യാർത്ഥിയാണ്. ഹുവ മുജിദ്ദുൻ. മുജിദ്ദുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു അവൻ അധ്വാനശീലനാണ്. ബൈത്തുഹു ഫിൽ ഖറിയത്തി. ബൈത്തുഹു ഫിൽ ഖറിയത്തി അവൻ്റെ വീട് എവിടെയാണ്? ഇവിടെ കണ്ടോ? ഹു നമ്മൾ നേരത്തെ മുകളിൽ പഠിച്ചത് ബൈത്തുൻ എന്നൊരു പദത്തിൻ്റെ കൂടെ ഹു ചേർത്തപ്പോൾ ബൈത്തുഹു അവൻ്റെ വീട് എന്നായി. ക്ലിയർ ആയല്ലോ? ബൈത്തുഹു ഫിൽ ഖറിയത്തി അവൻ്റെ വീട് ഖറിയത്തിലാണ്, ഗ്രാമത്തിലാണ്. ഓക്കെ. ഇനി രണ്ടാമത്തേത് നോക്കൂ. ഷാക്കിറത്തുൻ ദാരിസത്തുൻ. ഷാക്കിറ ഒരു വിദ്യാർത്ഥിനിയാണ്. ഹിയ മുജിദ്ദത്തുൻ. ഇവിടെ നമ്മൾ മുജിദ്ദുൻ എന്ന് പറഞ്ഞു, അതുപോലെ തന്നെയാണ് മുജിദ്ദത്തുൻ. അവൾ അധ്വാനശീലയാണ്. അവൾ അധ്വാനിക്കുന്ന പെൺകുട്ടിയാണ്, നന്നായി പഠിക്കുന്ന പെൺകുട്ടിയാണ്. മദ്രസത്തുഹ ഫിൽ മദീന. അവളുടെ മദ്രസ എവിടെയാണ്? മദീന പട്ടണത്തിലാണ്, സിറ്റിയിലാണ്.
ഓക്കെ, അടുത്തത് നോക്കൂ. അനീസത്തുൻ വ ഷാക്കിറത്തുൻ ഉഖ്താനി. അനീസയും ഷാക്കിറയും സഹോദരികളാണ്. ഹുമാ ദാരിസത്താനി. അവർ രണ്ടുപേരും വിദ്യാർത്ഥിനികളാണ്. ഓക്കെ, ഇനി അടുത്തത് നോക്കൂ. അൽ മുഅ്മിനൂന ഇഖ്വത്തുൻ. അൽ മുഅ്മിനൂന ഇഖ്വത്തുൻ. മുഅ്മിനീങ്ങൾ, മുഅ്മിനുകൾ സഹോദരങ്ങളാണ്, വിശ്വാസികൾ സഹോദരങ്ങളാണ്. ഹും ദാഹിബൂന ഇലൽ മസ്ജിദി. ഹും എന്ന് പറഞ്ഞാൽ അവർ പള്ളികളിലേക്ക് പോകുന്നവരാണ്. ഈ ഒരു പദം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പൂരിപ്പിക്കാനും അർത്ഥം എഴുതാനൊക്കെ ആയിട്ട് പലതവണ കണ്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ നന്നായി മനസ്സിലാക്കി പഠിക്കണം. ഇനി നോക്കൂ, ഇനി ഇതുവരെ നമ്മൾ പറഞ്ഞതിൻ്റെ ഒരു ആകെ ചുരുക്കമാണ് ഇനി പറയാൻ പോകുന്നത്. കണ്ടോ, ഹുവ എന്ന് പറഞ്ഞാൽ അവൻ, ഹുമാ അവർ രണ്ട് പേർ, രണ്ട് പുരുഷന്മാർ അല്ലെങ്കിൽ രണ്ട് ആൺകുട്ടികൾ ഉള്ളതിനെയാണ് നമ്മൾ ഹുമാ എന്ന് പറയുന്നത്. അവർ രണ്ടു പേർ എന്ന് പറയാൻ. ഇനി അവർ പുരുഷന്മാർ അല്ലെങ്കിൽ അവർ കുറേ ആൺകുട്ടികൾ എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഹും. ഓക്കെ, ഹുവ, ഹുമാ, ഹും. ഇനി അവൾ എന്ന് പറയാനോ ഹിയ. അവർ രണ്ട് സ്ത്രീകൾ, ഹുമാ. അപ്പം രണ്ട് പേർ, പുരുഷന്മാർ രണ്ട് പേർ അല്ലെങ്കിൽ സ്ത്രീകൾ രണ്ട് പേർ, രണ്ടിനും നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഹുമാ എന്നുള്ളൊരു വേർഡ്. ഓക്കെ, ഇനി ഒരുപാട് സ്ത്രീകൾ, രണ്ടോ അതിലധികമോ രണ്ടിലധികം വരുന്ന സ്ത്രീകൾക്കാണ് നമ്മൾ ഹുന്ന എന്ന് പറയുന്നത്. ഹുന്ന. ക്ലിയർ ആയോ? ഹുന്ന. അപ്പം എന്തൊക്കെയാണ്? ഹുവ, ഹുമാ, ഹും, ഹിയ, ഹുമാ, ഹുന്ന. ഹുവ എന്ന് പറഞ്ഞാൽ അവൻ ഒരാൾ, ഹുമാ എന്ന് പറഞ്ഞാൽ അവർ രണ്ടു പേർ, ഹും എന്ന് പറഞ്ഞാൽ അവർ ഒരുപാട് പുരുഷന്മാർ, ഹിയ അവൾ, ഹുമാ അവർ രണ്ടു പേർ സ്ത്രീകൾ, ഹുന്ന എന്ന് പറഞ്ഞാലോ അവർ ഒരുപാട് സ്ത്രീകൾ. ക്ലിയർ ആയോ? യെസ്. ഇനി ഒരു എക്സാമ്പിളും ഇത് വെച്ചിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഒന്ന് നോക്കൂ. ഹു. ഓക്കെ, അവൻ്റെ പുസ്തകം എന്ന് പറയാൻ, അവൻ്റെ പുസ്തകം എന്ന് പറയാൻ കിതാബു ഹു. ഹുവ എന്ന് പറഞ്ഞാൽ അവൻ എന്നാണ്. അപ്പോൾ അവൻ്റെ എന്ന് പറയാനോ ഹു, കിതാബു ഹു. ഇനി അവർ രണ്ടു പേരുടെ പുസ്തകം എന്ന് പറയാൻ കിതാബു ഹുമാ. ഇവിടെ നമ്മൾ മേലെ പറഞ്ഞിട്ടുള്ള ഹുമ അതുപോലെ പ്രയോഗിക്കലാണ്. ഓക്കെ, ഇനി അവരുടെ പുസ്തകം, അതായത് കുറേ പുരുഷന്മാരുടെ അല്ലെങ്കിൽ കുറേ ആൺകുട്ടികളുടെ പുസ്തകം എന്ന് പറയാൻ കിതാബുൻ എന്നതിൻ്റെ കൂടെ ഹും ചേർത്ത് കൊടുക്കുക. അപ്പോൾ എന്താണ് വരുന്നത്? കിതാബുഹും. കണ്ടോ? കിതാബുഹും. ഇനി അടുത്തത് അവളുടെ പുസ്തകം. അവൾ എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയുള്ളൂ. അവളുടെ പുസ്തകം എന്ന് പറയാൻ കിതാബു ഹാ, അവളുടെ പുസ്തകം. ക്ലിയർ ആയോ? ഇനി ബാക്കി അതുപോലെ തന്നെ രണ്ട് പെൺകുട്ടികളുടെ പുസ്തകം എന്ന് പറയാൻ കിതാബു ഹുമ. ഇനിയോ ഒരുപാട് പേരുടെ പുസ്തകം എന്ന് പറയാൻ കിതാബു ഹുന്ന, കിതാബു ഹുന്ന. ക്ലിയർ ആയോ? അപ്പോൾ ഹുവ, ഹുമാ, ഹും, ഹിയ, ഹുമാ, ഹുന്ന. ഇത് നിങ്ങൾ നന്നായി പഠിച്ച് മനസ്സിലാക്കി വെക്കണം. ഇനി നോക്കൂ, മേലെ പറഞ്ഞതുപോലെ തന്നെ പ്രധാനമായും വരുന്ന ഒരു ഭാഗം കൂടിയാണ് ഈ പറയുന്നത്. മേലെ പറഞ്ഞ പോലെ തന്നെ പ്രധാനപ്പെട്ടൊരു ഭാഗം കൂടിയാണ് ഇതും. നോക്കൂ, ഹാദ വലതുൻ. ഹാദ എന്ന് പറഞ്ഞാൽ ഇത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ഹാദ വലതുൻ എന്ന് പറഞ്ഞാലോ ഇത് ഒരാൺകുട്ടിയാണ്. ഹുവ ദാരിസുൻ, അവൻ. ഹുവ എന്ന് പറഞ്ഞാൽ അവൻ, ദാരിസുൻ അവൻ വിദ്യാർത്ഥിയാണ്. ഇസ്മുഹു ഹബീബ്. ഇസ്മ എന്നതിൻ്റെ കൂടെ ഹു എന്ന് ചേർത്ത് കൊടുത്തപ്പോൾ ഇസ്മുഹു അവൻ്റെ പേര് എന്നായി. ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയല്ലോ? ഒരു ആൺകുട്ടിയുടെ അവൻ്റെ എന്ന് പറയാൻ നമ്മൾ ഒരു പദത്തിൻ്റെ കൂടെ ഹു ചേർത്ത് കൊടുത്താൽ മതി. ഇസ്മുഹു അവൻ്റെ പേര് ഹബീബ്, അവൻ്റെ പേര് ഹബീബ് എന്നാണ്. രണ്ടാമത് കൊടുത്തിട്ടുള്ളത് നോക്കൂ, ഹാ ഉലായി. ഹാ ഉലായി എന്ന് പറഞ്ഞാൽ ഇവർ. ഔലാദുൻ ഇവർ ആൺകുട്ടികളാണ്. ഹാ ഉലായി ഔലാദുൻ ഇവർ ആൺകുട്ടികളാണ്. ഇനിയോ ഹും ദാരിസൂന അവർ വിദ്യാർത്ഥികളാണ്. ഹും എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര്, ഹാ ഉലായി എന്ന് പറയുമ്പോൾ ഇവർ ഒരുപാട് പേരുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നമ്മൾ ഹും യൂസ് ചെയ്തത്. നെക്സ്റ്റ് ആണ് മദ്രസത്തുഹും കബീറത്തുൻ അവരുടെ മദ്രസ. മദ്രസത്തുഹും അവരുടെ മദ്രസ, കബീറത്തുൻ വളരെ വലുതാണ്. ഓക്കെ, ഇനി അടുത്തത് നോക്കൂ, ഹാദിഹി ബിൻതുൻ ഇതൊരു പെൺകുട്ടിയാണ്. ഹിയ ദാരിസത്തുൻ ഹിയ എന്ന് പറഞ്ഞാൽ അവളെ ദാരിസത്തുൻ അവൾ വിദ്യാർത്ഥിനിയാണ്. ഇസ്മുഹ
ഇസ്മുഹ അവളുടെ പേര്. ഇസ്മുഹു എന്ന് പറഞ്ഞാൽ അവൻ്റെ പേര്. ഇസ്മുഹ അവളുടെ പേര്. അവളുടെ പേരെന്താണ്? ജലിയ എന്നാണ്. അടുത്തത് നോക്കൂ. ഹ ഉലായി ബനാത്തുൻ ഇവിടെ പെൺകുട്ടികളാണ്. ഹുന്ന ദാരിസാത്തുൻ അവർ വിദ്യാർത്ഥിനികളാണ്. മദ്രസത്തു ഹുന്ന ഫിൽ ഖറിയത്തി മദ്രസത്തു ഹുന്ന അവരുടെ മദ്രസ ഫിൽ ഖറിയത്തി ഗ്രാമത്തിലാണ്. ക്ലിയർ ആയല്ലോ? ഇനി അടുത്തത് നോക്കൂ. ഹാദാ വലതുൻ ഇതൊരു ആൺകുട്ടിയാണ്. ഇനി വരുന്നത് ശ്രദ്ധിക്കൂ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവ്വലു ഖുലഫാഉർ റാഷിദീൻ. ഖുലഫാഉർ റാഷിദുകളിൽ ഒന്നാമത്തേത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. ഇതുപോലെ തന്നെ മാച്ച് ചെയ്യാനോ അല്ലെങ്കിൽ ഇതുപോലെ ഓർഡർ ആക്കിയില്ല 1 2 3 ആയിട്ട് ഓർഡർ തെറ്റിച്ചിട്ടൊക്കെ തരും. നമ്മൾ ഓർഡർ ആക്കി എഴുതാനൊക്കെ വരാം. അപ്പോൾ ഇതും നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഓക്കെ. ഇനി രണ്ടാമത്തേത് നോക്കൂ. അല്ലാഹുമ്മ യഗ്ഫിർ ലഹു വർഹംഹു വഅഫു അൻഹു. അല്ലാഹുമ്മ എന്ന് വെച്ചാൽ അല്ലാഹുവേ, യഗ്ഫിർ ലഹു നീ എനിക്ക് പുറത്തു തരണമേ, വർഹംഹു കരുണ ചെയ്യണമേ, വഅഫു അൻഹു മാപ്പ് നൽകുകയും ചെയ്യണമേ. ഓക്കെ. ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓർഡർ തെറ്റിച്ചിട്ട് തരും. എന്നിട്ട് നമ്മൾ ഓർഡർ ആക്കി എഴുതാൻ ചോദിക്കാം. അപ്പോൾ ഇതും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അടുത്തത് എന്താണ്? ഖദീജത്തുൻ റളിയല്ലാഹു അൻഹ അവ്വല ഉമ്മഹാത്തുൽ മുഅ്മിനീൻ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽ ഒന്നാമത്തവരാണ്. ക്ലിയർ ആയോ? ഇനി അടുത്ത അനീസുൻ ത്വാലിബുൻ. അനീസ് ഒരു വിദ്യാർത്ഥിയാണ്. ബൈത്തുഹു ഖരീബുൻ മിനൽ മദ്രസത്തി. നിങ്ങൾ കണ്ടോ? ഖരീബുൻ ബൈത്തുഹു. ബൈത്ത് എന്നതിൻ്റെ കൂടെ ഹു ചേർത്തു. അവൻ്റെ വീട് എന്ന് പറയാൻ. ഓക്കെ. അവൻ്റെ വീട് ഖരീബുൻ മിനൽ മദ്രസത്തി മദ്രസയുടെ അടുത്താണ്. അപ്പോൾ ഖരീബുൻ എന്നുള്ള പദത്തിൻ്റെ അർത്ഥം എന്താണ്? ഖരീബുൻ അടുത്ത്. ഖരീബുൻ അടുത്ത്. ഓക്കെ. ഹുവ മാഹിറുൻ അവൻ മിടുക്കനാണ്. മാഹിറുൻ മിടുക്കൻ. നമ്മൾ പുതിയ 2 പദങ്ങൾ ഇവിടെ പഠിച്ചു. ഖരീബുൻ എന്ന് പറഞ്ഞാൽ അടുത്ത്, മാഹിറുൻ മിടുക്കൻ. ഇനി അടുത്തത് നോക്കൂ. അസ്ബറുൻ വ അൻവറുൻ ത്വാലിബാനി. അസ്ബറും അൻവറും വിദ്യാർത്ഥികളാണ്. ബൈത്തുഹുമാ അവരുടെ 2 പേരുടെയും വീട് എന്ന് പറയാൻ ബൈത്ത് എന്നതിൻ്റെ കൂടെ ഹുമാ എന്ന് ചേർത്തു. ഹുമാ എന്ന് ചേർത്താൽ അവർ 2 പേരും നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ബൈത്തുഹുമാ എന്ന് പറഞ്ഞാൽ അവരുടെ 2 പേരുടെയും വീട് എവിടെയാണ്? ഫിൽ ഖറിയത്തി ഗ്രാമത്തിലാണ്. ഹുമാ അഹവാനി. ഹുമാ അവർ 2 പേരും അഹവാനി സഹോദരങ്ങളാണ്. ഇനി അടുത്തത് നോക്കൂ. അൽ ഔലാദു. ഔലാദ് എന്ന് പറഞ്ഞാൽ ആൺകുട്ടികൾ. മാഹിറൂൻ എന്ന് പറഞ്ഞാൽ മിടുക്കൻ എന്ന് നമ്മൾ തൊട്ടു മുന്നേ പറഞ്ഞു. അപ്പോൾ മാഹിറൂന എന്ന് പറഞ്ഞാൽ മിടുക്കന്മാരാണ്. കുറേ കുട്ടികളുണ്ട്, അതുകൊണ്ടാണ് മാഹിറൂന എന്ന് ഉപയോഗിച്ചത്. ക്ലിയർ ആയല്ലോ? ഇനി മദ്രസത്തുഹും അവരുടെ വീടുകൾ. ഹും എന്ന് പറഞ്ഞാൽ അവർ. മദ്രസത്തുഹും എന്ന് പറഞ്ഞാൽ അവരുടെ വീട്. മദ്രസത്തുഹും കണ്ടോ? മദ്രസത്തുഹും അവരുടെ മദ്രസ കബീറത്തുൻ വലുതാണ്. അപ്പം അവരുടെ ഒരുപാട് ആൺകുട്ടികളുണ്ട്. അവരുടെ മദ്രസ എന്ന് പറയാനാണ് മദ്രസത്തുൻ എന്നതിൻ്റെ കൂടെ ഹും ചേർത്തത്. അപ്പോൾ മദ്രസത്തുഹും കബീറത്തുൻ. അടുത്തത് എന്താണ്? ഹും യദുറുസൂന ജയ്യിദൻ അവർ നന്നായി പഠിക്കുന്നവരാണ്. ജയ്യിദൻ എന്ന് പറഞ്ഞാൽ നന്നായി. അതും നമ്മൾ നേരത്തെ പറഞ്ഞ പദം തന്നെയാണ്. ഹും യദുറുസൂന ജയ്യിദൻ അവർ നന്നായി പഠിക്കുന്നവരാണ്. അടുത്തത് എന്താണ്? ഹബീബത്തുൻ ത്വാലിബത്തുൻ ഹബീബ ഒരു വിദ്യാർത്ഥിനിയാണ്. ബൈത്തുഹാ കണ്ടോ? ബൈത്ത് എന്നതിൻ്റെ കൂടെ ഹാ ചേർത്തപ്പോൾ ബൈത്തുഹാ അവളുടെ വീട്. ഖരീബും മിനൻ നുഹൈർ. ഖരീബും മിനൻ നുഹൈർ. നുഹൈർ എന്ന് പറഞ്ഞാൽ ചെറിയ പുഴ, തോട് എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. അപ്പോൾ ഈ വേർഡും പുതിയതാണ്. അർത്ഥം നമ്മൾ ചില ചോദ്യങ്ങളിലേക്കൊക്കെ ചോദിക്കാം. അപ്പോൾ അത് നന്നായി മനസ്സിലാക്കി വെക്കുക. നുഹൈർ എന്ന് പറഞ്ഞാൽ ചെറിയ പുഴ അല്ലെങ്കിൽ തോട്.
അപ്പോൾ എന്താണ് ബൈത്തുഹ അവളുടെ വീട് ഖരീബും മിനൻ നുഹൈർ ആ തോടിൻ്റെ അടുത്താണ്. ഹിയ മാഹിറത്തുൻ അവൾ മിടുക്കിയാണ്. മാഹിർ എന്ന് പറഞ്ഞാൽ മിടുക്കൻ, മാഹിറത്തുൻ മിടുക്കി. കണ്ടോ? ഇനി അടുത്തത് എന്താണ്? അനീസത്തുൻ വ അഫീഫത്തുൻ ത്വാലിബത്താനി. അനീസയും അഫീഫയും രണ്ട് വിദ്യാർത്ഥിനികളാണ്. ഉസ്താദഹുമാ അവരുടെ രണ്ടുപേരുടെയും ഉസ്താദ് മാഹിറുൻ. നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ മാഹിറുൻ മിടുക്കനാണ്, സമർത്ഥനാണ്. ഹുമാ സ്വദീഖത്താനി ഹുമാ അവർ രണ്ടുപേരും ആരൊക്കെയാണ്? അനീസയും അഫീഫയും സ്വദീഖത്താനി അവർ രണ്ടുപേരും കൂട്ടുകാരികളാണ്. അടുത്തത് എന്താണ്? അൽ ബനാത്തു പെൺകുട്ടികൾ മാഹിറാത്തുൻ മിടുക്കികളാണ്. പെൺകുട്ടികൾ മിടുക്കികളാണ്. ഇപ്പം മാഹിറുൻ എന്നുള്ളതിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചു? മാഹിറുൻ മിടുക്കൻ, പിന്നെ മാഹിറത്തുൻ മിടുക്കി. മാഹിറൂന ആൺകുട്ടികൾ മിടുക്കന്മാരാണെന്ന് പറഞ്ഞപ്പോൾ പ്രയോഗിച്ചു. മാഹിറാത്തുൻ എന്നാലോ പെൺകുട്ടികൾ മിടുക്കികളാണ്. അടുത്തതോ ഹുന്ന യദ്റുസ്ന ജയ്യിദൻ. ഹുന്ന എന്ന് പറഞ്ഞാൽ അവർ പെൺകുട്ടികൾ. തദ്റുസ്ന അവർ നന്നായി പഠിക്കുന്നവരാണ്. ജയ്യിദൻ നന്നായി. മദ്രസത്തു ഹുന്ന അവരുടെ മദ്രസ നലീഫത്തുൻ വൃത്തിയുള്ളതാണ്. നലീഫത്തുൻ എന്ന് പറഞ്ഞാൽ വൃത്തി. ഓക്കെ. ഇനി അടുത്തത് യാ ഫായിസ് അൻത സഈദുൻ. യാ ഫായിസേ അൻത എന്ന് പറഞ്ഞാൽ നീ, സഈദുൻ നീ വിജയിയാണ്. ബൈത്തുക്ക നിന്റെ വീട്. ഇവിടെ ഫായിസ് അൻത എന്ന് പറഞ്ഞല്ലോ, അൻത നീ എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നിന്റെ വീട് എന്നല്ല പറയേണ്ടത്. നീ എന്ന് പറഞ്ഞപ്പോൾ നിന്റെ വീട് എന്നല്ലേ പറയേണ്ടത്. അതുകൊണ്ടാണ് ബൈത്തുക്ക എന്ന് പറഞ്ഞാൽ നിന്റെ വീട്. ഖരീബും മിനൽ മസ്ജിദി പള്ളിയുടെ അടുത്താണ്. അടുത്തത് നോക്കൂ. യാ ഫൗസിയ അൻതി ജാലിസത്തുൻ നീ ഇരിക്കുന്നവളാണ്. കിതാബുക്കി നിന്റെ പുസ്തകം ഫിൽ ഹഖീബത്തി ബാഗിലാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ കണ്ടോ, അൻത എന്ന് ആൺകുട്ടിയെ നീ എന്ന് പറയാനും അൻതി എന്ന് പെൺകുട്ടിയെ നീ എന്ന് പറയാനും ഉപയോഗിച്ചു. അതുപോലെ തന്നെ ക എന്ന് ആൺകുട്ടിയെ നിന്റെ എന്ന് പറയാനും കി എന്ന് പെൺകുട്ടിയെ നിന്റെ എന്ന് പറയാനും ഉപയോഗിച്ചു. അൻത നീ അതൊരാൺകുട്ടിയോട് പറയുമ്പോൾ അൻത നീ, അതുപോലെ തന്നെ ക നിന്റെ. പെൺകുട്ടിയോട് പറയുമ്പോഴോ അൻതി നീ, കി നിന്റെ. മനസ്സിലായല്ലോ? ഇനി അടുത്തതാണ് അന ദാരിസുൻ. അന എന്ന് പറഞ്ഞാൽ ഞാൻ, ദാരിസാണ് ഞാനൊരു വിദ്യാർത്ഥിയാണ്. കലമീ എൻ്റെ പേന. കലമീ എൻ്റെ പേന എന്താണ്? ഫിസുന്തൂക്കി ബോക്സിലാണ്. അടുത്തത് നോക്കൂ. നഹ്നു മുസ്ലിമൂന. നഹ്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മുസ്ലിമീങ്ങളാണ്. നബിയുന നമ്മൾ മുസ്ലിങ്ങളാണല്ലോ, അതുകൊണ്ട് തന്നെ നമ്മുടെ നബി എന്ന് പറയാനാണ് ഒരു പദത്തിൻ്റെ അവസാനത്തിൽ നാ എന്ന് ചേർത്ത് കൊടുക്കുന്നത്. നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ്. ഇനി നോക്കൂ, ആ പാഠത്തിൻ്റെ അവസാനത്തിലായിട്ട് നമുക്ക് പൂരിപ്പിക്കാൻ ചോദിച്ചിരുന്നു. എന്താണ്? മുഹമ്മദുൻ നബിയുന അബൂഹു അബ്ദുള്ള വ ഉമ്മുഹു ആമിന റളിയല്ലാഹു അൻഹ. നമ്മുടെ നബി പ്രവാചകനാണ്. നബിയുടെ ഉപ്പ അബ്ദുള്ളയും ഉമ്മ ആമിനയുമാണ്. ക്ലിയർ ആയോ? ഇനി അടുത്തത് നോക്കൂ. അൽ ഹിന്ദു വത്തനുന. അൽ ഹിന്ദു ഇന്ത്യ, വത്വനുന വത്വൻ എന്ന് പറഞ്ഞാൽ രാജ്യം എന്നാണ്. വത്വനുന എന്ന് പറഞ്ഞാലോ നമ്മുടെ രാജ്യമാണ്. ന്യൂഡൽഹി ആസിമത്തുഹ. ന്യൂഡൽഹി അതിൻ്റെ തലസ്ഥാനമാണ്. ആസിമത്ത് എന്ന് പറഞ്ഞാൽ തലസ്ഥാനം, ക്യാപിറ്റൽ എന്നൊക്കെയാണ് അർത്ഥം. അടുത്തത് നോക്കൂ. അൽ മുഅ്മിനൂന ഫായിസൂന. മുഅ്മിനീങ്ങൾ ഫായിസൂന വിജയികളാണ്. ഫായിസൂന എന്ന് പറഞ്ഞാൽ വിജയികൾ. ഹും ഫിൽ ജന്നത്തി ഖാലിദൂന അവർ സ്വർഗത്തിൽ ശാശ്വതരാണ്, സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരാണ്. അടുത്തത് എന്താണ്? ലി ഫാത്തിമ റളിയല്ലാഹു അൻഹ ഇബ്നാനി. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ഇബ്നാനി രണ്ട് ആൺകുട്ടികളുണ്ട്.
ഹുമ അവർ, ഹസൻ വ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ അവർ രണ്ടുപേരും. ക്ലിയറായോ? അപ്പോൾ ഇത്രയൊക്കെയാണ് ആദ്യത്തെ 2 ചാപ്റ്റർ. അപ്പോൾ മൂന്നാമത്തെ ചാപ്റ്റർ ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം, ഒരുപാട് ലെങ്തി ആയി പോവും. അപ്പോൾ നിങ്ങൾ ഈ പാഠഭാഗങ്ങൾ നന്നായി ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അവരും നന്നായി പഠിക്കട്ടെ. ഓക്കെ, അപ്പോൾ എല്ലാ മക്കളും നന്നായി പഠിക്കുക. അല്ലാഹു എല്ലാ മക്കൾക്കും ഉന്നതമായ വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.